ഇന്ന് രാവിലെ നൂഡിൽസ് ആയിരുന്നു. അപ്പം വെജിറ്റബിൾസ് ഉപയോഗിക്കാതെ കഴിക്കുന്നവർക്ക് അങ്ങനെ ഉണ്ടാക്കി കൊടുത്ത്, വെജിറ്റബിൾസ് ഇട്ട് കഴിക്കുന്നവർക്ക് അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പം കൊച്ചിന് ടിഫിൻ കൊണ്ടുപോകാൻ എഗ്ഗ് ചപ്പാത്തി ഉണ്ടാക്കുന്നത്. അപ്പോൾ അവനത് കൊണ്ടുപോകാൻ അത്ര താല്പര്യമില്ല, എന്നാലും അതുണ്ടാക്കിയിട്ടുണ്ട്. അപ്പം രാവിലത്തെയൊക്കെ കഴിഞ്ഞതിന് ശേഷം മുട്ടക്കറി വയ്ക്കാനായിട്ട് ഞാൻ 2-3 സവാള, ഒരു ടൊമാറ്റോ ഇതെല്ലാം കൂടി ഇച്ചിരി ഉപ്പിട്ടിട്ട് ഒന്ന് വഴറ്റി എടുക്കുന്നുണ്ട്. കുറച്ച് നേരം കഴിഞ്ഞപ്പം അതെല്ലാം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ഇതെല്ലാം ചേർത്ത് അതിൻ്റെ പച്ചമണം പോയണേ പിന്നെ കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് നോക്കണം. ഉപ്പ് ഇച്ചിരി കുറവായിരുന്നു, പിന്നെ വീണ്ടും ഉപ്പൊക്കെ ചേർത്ത് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അതിലേക്ക് പുഴുങ്ങിയ മുട്ടയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പം നമ്മുടെ മുട്ടക്കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇവിടെ ചപ്പാത്തിക്ക് ഇവർക്ക് മുട്ടക്കറി ഉണ്ടെങ്കിൽ പിള്ളേർക്ക് 2 നേരവും അവർ വേണമെങ്കിൽ ചപ്പാത്തി കഴിച്ചോളും. കൊച്ചവനായി ഏറ്റവും കൂടുതൽ ഇഷ്ടം മുട്ടക്കറിയാണെങ്കിൽ ചപ്പാത്തിയാണ് ഇഷ്ടം. പിന്നെ തോരൻ വയ്ക്കാനായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ പച്ചക്കറി ഒന്നും ഇല്ലായിരുന്നു. നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ കഷ്ണം കാബേജും കുറച്ച് കോവയ്ക്ക ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ അതെടുത്ത് തോരൻ വയ്ക്കാമെന്ന് വെച്ചാൽ അതിലേക്ക് 2 സവാളയും കൂടെ ചേർത്തിട്ടുണ്ട്. അതെല്ലാം ഒന്ന് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ മുട്ടക്കറി ഇവിടെ ഇപ്പം കുറച്ചുകൂടെ സെറ്റായിട്ടിരിപ്പുണ്ട്. അപ്പോൾ തോരൻ വയ്ക്കാനായിട്ട് ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ടിട്ട് അതിലേക്ക് സവാള ഇട്ടൊന്ന് വഴറ്റിയിട്ടുണ്ട്. അതിലേക്ക് പിന്നെ തേങ്ങയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് എന്നിട്ട് നമ്മുടെ കോവയ്ക്കയും കാബേജ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. നമ്മൾ കാബേജ് തന്നെ വെക്കുന്നതിനേക്കായി ഇങ്ങനെ വെച്ചുണ്ടെങ്കിൽ നല്ല ടേസ്റ്റായിരുന്നു. തോരൻ വെക്കുമ്പോൾ വെള്ളമൊന്നും ഒഴിക്കരുതേ, ആ കോവയ്ക്കയിലേക്ക് വെള്ളം ഇറങ്ങി അത് വേവും. അപ്പം ഒരു സാമ്പാർ വയ്ക്കുന്നുണ്ട്. അതിനായിട്ട് ഞാൻ കുറച്ച് തുമരപ്പരിപ്പ് കഴുകിയിട്ട് അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉലുവാപ്പൊടി ഇതൊന്ന് ചൂടാക്കിയിട്ടിട്ടുണ്ട്. എന്നിട്ട് പുളിവെള്ളവും ഇതിൻ്റെ അകത്ത് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അരിഞ്ഞ പച്ചക്കറിയും കൂടെ ചേർത്ത് എന്നിട്ടൊരു 2-3 വിസിലടിച്ചൊന്ന് എടുക്കാം. ഇവിടെ കഷ്ണങ്ങളൊക്കെ ഇച്ചിരി ഒന്ന് വേവണം, അതുകൊണ്ടാണ് ഞാൻ 2-3 വിസിലടിക്കുന്നത്. അല്ലെങ്കിൽ ഈ പിള്ളേർ പച്ചക്കറികളൊക്കെ എടുത്ത് സൈഡിൽ ഇങ്ങനെ വെക്കും. അപ്പോൾ ഇതൊന്ന് വെന്ത് കലങ്ങി ഇരിക്കുമ്പം ചാറായിട്ടാണേലും എടുത്ത് ഉപയോഗിക്കുകയാണെങ്കിലും കുറച്ചേലും ഒക്കെ വയറ്റി ചെല്ലുമല്ലോ എന്നും പറഞ്ഞാൽ അത്രയും വേവിക്കുന്നത്. കട്ടക്കായമാണെങ്കിൽ ഈ സമയത്ത് ചേർക്കണം. ഞാൻ കായപ്പൊടി കടുക് വറുക്കുന്ന സമയത്ത് ചേർക്കും. അതുകൊണ്ട് ഞാൻ ഇപ്പം എൻ്റെ കട്ടക്കായം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതാ ചേർക്കുന്നത്. അന്നേരം അത് ലാസ്റ്റ് ചേർത്താൽ മതി. അപ്പോൾ ഇതിപ്പോൾ 2-3 വിസിലൊക്കെ വന്ന് അപ്പോൾ അതിലേക്ക് ഞാൻ കടുക് കൂടെ വറുത്ത് ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ ഫുൾ വീഡിയോ കാണണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ മിജീസ് കിച്ചൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നേ.